കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നത് ഒരു അത്ഭുതജനകമായ ജീവിതയാത്രയാണ്. മാനവികത, പ്രതീക്ഷ, പ്രതിരോധം, വിജയത്തെക്കുറിച്ചുള്ള ഹൃദയസ്പർശിയായ ഒരു പെൺകുട്ടിയുടെ കഥ. വിധിയെ തോൽപ്പിച്ച ജിലു മേരിയറ്റ് തോമസ്. കൈകളില്ലാതെയാണ് ജിലുമോൾ മേരിയറ്റ് തോമസ് ജനിച്ചത്. 4 വയസ്സുള്ളപ്പോൾ അമ്മയെ ക്യാൻസർ മൂലം നഷ്ടപ്പെട്ടതോടെ അവളുടെ ജീവിതം ഏറ്റവും വേദനാഭരിതമായി. പിന്നീട് അവളുടെ ജീവിതത്തിൽ മുത്തശ്ശി വളരെയധികം പ്രാധാന്യം വഹിച്ചു. കാലുകൾ ഉപയോഗിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുത്തശ്ശിയാണ് പ്രോത്സാഹനം നൽകിയതും കൈപിടിച്ച് മുന്നോട്ട് നയിച്ചതും. തന്റെ ദൈഹിക പരിമിതികൾ കാരണം അവൾ സമൂഹത്തിലെ നിരസനങ്ങളെയും നിന്ദയെയും നേരിടേണ്ടി വന്നു. എന്നാൽ അവൾ കീഴടങ്ങിയില്ല. ഭക്ഷണം കഴിക്കുന്നതിൽ നിന്ന് എഴുത്തുവരെയെല്ലാം കാലുകൾ കൊണ്ടാണ് പഠിച്ചത്. സ്വന്തം പരിമിതികളെ അതിജീവിച്ച് അവൾ വിദ്യാഭ്യാസത്തിൽ മികവ് തെളിയിക്കുകയും ഒരുപാട് പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തു. കാർ ഓടിക്കാനുള്ള സ്വപ്നം അവളെ പിന്തുടർന്നിരുന്നു. എന്നാൽ ലൈസൻസ് ലഭിക്കാൻ പലതവണ നിരസിക്കപ്പെട്ടു. 6 വർഷത്തെ പോരാട്ടത്തിനൊടുവിൽ ഒരു അഭിഭാഷകന്റെ സഹായത്തോടെ അവൾക്ക് അതിരുകൾ തകർത്ത് ലൈസൻസ് നേടാൻ കഴിഞ്ഞു. കൈകളില്ലാതെ 4 വീലർ ലൈസൻസ് നേടുന്ന ആദ്യ വനിത എന്ന ചരിത്രം അവൾ കുറിച്ചു. തന്റെ കാലുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ വരയ്ക്കുന്ന കഴിവ് വികസിപ്പിച്ചെടുത്തു. ഗ്രാഫിക് ഡിസൈനിങ്ങിൽ കരിയറിനും തുടക്കം കുറിച്ചു. ഇന്ന് ജിലുമോൾ മേരിയറ്റ് തോമസ് ഭിന്നശേഷിക്കാർക്ക് പിന്തുണ നൽകുന്നതിലും ഉൾക്കൊള്ളലും ആക്സസിബിലിറ്റിയും പ്രോത്സാഹിപ്പിക്കുന്നതിലും സമർപ്പിതമായി പ്രവർത്തിക്കുകയാണ്. ജിലുമോൾ മേരിയറ്റ് തോമസ് നമുക്കെല്ലാം ഒരു മാതൃകയാണ്, ഓർമ്മപ്പെടുത്തലാണ്. ശരീരപരമായ അവശതകൾ ജീവിതത്തെ തടയാനാവില്ല. അതിജീവനവും സ്വപ്നങ്ങളും ഉണ്ടെങ്കിൽ വഴികളുണ്ടാകും. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ കീഴടക്കാൻ ജിലുമോൾ മേരിയറ്റ് തോമസിന് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ, ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.